ഇന്ന് ഈ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ പൊതുജനത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം, എന്തൊക്കെയാണെന്ന് കേൾക്കണം. അതുപോലെ എങ്ങനെയാണ് അവരുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് എങ്ങനെയാണ്, ആശയം എങ്ങനെയാണെന്ന് കണ്ടുവരാം. സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഗുണങ്ങളും കിട്ടും, ജനങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു, അത്ര തന്നെ. പിന്നെ കാർഷിക മേഖലയിലും പിന്നെ പൊതുവായിട്ട് എന്തെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടല്ലോ, കറണ്ട് ചാർജ് കുറയും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോടൊരു സ്വാഗതം ചെയ്യുന്നു. മെയിനായിട്ട് അറിഞ്ഞിടത്തോളം ഉപകാരപ്രദമാണ്, സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ബഡ്ജറ്റാണ് അറിഞ്ഞിടത്തോളം. കേന്ദ്ര ബഡ്ജറ്റ് വന്നിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു മാജിക് പോലെ കാണിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒന്ന്, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്ന് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിക്കുന്നതിന് ഉള്ള ഒരു തെളിവാണിത്. ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് ഉള്ള ഒരു തന്ത്രം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തവണ മുൻപത്തെ തവണ പോലെ തന്നെ ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളത്തെ ആവശ്യം നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മളെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ഇതൊന്നും പറയാനൊന്നുമില്ല. എന്ത് വന്നാലും നമ്മൾ അനുഭവിക്കണം. ഓട്ടി കിടന്ന് വണ്ടി ഓടായി പോലും ഒന്നും കിട്ടാനില്ല. നമ്മളെ കിട്ടുന്നതിന് ഇരട്ടി കാശ് എന്തെങ്കിലും വിധത്തിലേക്കായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കേരളത്തിനോട് പണ്ട് അവഗണനയാണല്ലോ, അപ്പോൾ അത് നല്ലൊരു ബഡ്ജറ്റായിട്ട് തോന്നല്ല. ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള നിലയ്ക്ക് എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ, നമ്മൾ ഫെഡറൽ യൂണിറ്റ് അല്ലേ, അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ പ്രാതിനിധ്യം കൊടുക്കണം. അതില്ല എങ്കിൽ കഷ്ടമാണ്. അവഗണിക്കാൻ പാടില്ല, ബജറ്റ് നന്നാവണം. അതുപോലെ തന്നെ കേരളത്തിനോട് ഒരു പ്രത്യേക മുൻഗണന അവർ വയനാട്ടിൽ നടന്ന ദുരന്തത്തിലൊക്കെ കാണിക്കേണ്ടതാണ്. അർഹതപ്പെട്ടത് കിട്ടണം, അത് മേടിച്ചെടുക്കണം. അത് പാർഷ്യാലിറ്റി വരുമല്ലോ, അവരുടേതായ രാഷ്ട്രീയം ഉണ്ട് അതിനകത്ത്. ബഡ്ജറ്റിലാണ് രാഷ്ട്രീയം ഉണ്ടതുകൊണ്ട് നമ്മളെ ശരിക്കും തഴഞ്ഞു എന്ന് വേണേൽ പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിനോട് ശരിക്കും ഒരു അവഗണനയാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവഗണന തന്നെയാണ്, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതും ഇന്ത്യയിൽപ്പെട്ടാണല്ലോ ഈ സംസ്ഥാനം, അപ്പോൾ അതുകൊണ്ട് കേരളത്തെ പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ കേരളത്തിൻ്റെ പ്രതിഷ്ഠ രേഖപ്പെടുത്തണമല്ലോ.